ക്യാമ്പസിൽ അന്ന വെൽസ് എന്തുകൊണ്ടാണ് ഗാരറ്റ് ഗ്രാമിനെ ഇഷ്ടപ്പെടുന്നത്? അതിൽ ഗാരറ്റ് ഗ്രാം ഒരു ഹോക്കി പ്ലെയർ ആണ്. അതുകൊണ്ട് ഫിസിക്കലി നല്ല ഫിറ്റ് ആണ്, നല്ല കോൺഫിഡൻസും ഉണ്ട്, ഹൈ സ്റ്റാറ്റസ് ആണ്, ഫിസിക്കലി അട്രാക്റ്റീവ് ആണ്. എല്ലാ സ്ത്രീകളോടും അവന് കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇമോഷണൽ കണക്ഷനോ അതിലെ ഹീറോയിനോട് മാത്രം. ഇതൊരു ഫാന്റസി ആർക്കിടൈപ്പ് ആണ്. ഇവിടെ ആമസോൺ പ്രൈം ഒരു ലവ് സ്റ്റോറി അല്ല വിൽക്കുന്നത്, അവിടെ ഹ്യൂമൻ ഫാന്റസിയാണ് വിൽക്കുന്നത്. അപ്പൊ ഹ്യൂമൻ ഫാന്റസി പറഞ്ഞാൽ സ്ത്രീകളുടെ ഫാന്റസി മാത്രമല്ല പുരുഷന്മാരുടെയും ഫാന്റസി. കാരണം പുരുഷന്മാരുടെ ഫാന്റസി എന്താണ്? അവന് നല്ല കാറ് വേണം, ഹൈ സ്റ്റാറ്റസ് വേണം, നല്ല ഫിസിക് വേണം, ഹെയർ സ്റ്റൈൽ നന്നാവണം, ലൈഫ് സ്റ്റൈൽ നന്നാവണം, നിറയെ പണം വേണം. ഇതെല്ലാം അതിലെ ക്യാരക്ടറിന് ഉണ്ട്. ഇവിടെ ആമസോൺ പ്രൈം ഒരു ലവ് സ്റ്റോറി അല്ല വിൽക്കുന്നത്, മനുഷ്യന്റെ ഫാന്റസിയാണ് വിൽക്കുന്നത്. ഈ ഓഫ് ക്യാമ്പസിൽ മാത്രമല്ല, പ്രൈമിന്റെ മിയാക്കുൽപ്പ നോക്കിക്കോളൂ, പിന്നെ ആഫ്റ്റർ സിനിമ ഫ്രാഞ്ചൈസി, സമ്മർ ഹൈ ടേണഡ് പ്രെറ്റി, മാക്സ്റ്റൺ ഹാൾ, ഇവയുടെ കഥ വ്യത്യസ്തമാണ്, പക്ഷെ സൈക്കോളജി ഒന്നാണ്. ഓഫ് ക്യാമ്പസിന്റെ ബുക്ക് സീരീസ് 60 ലക്ഷം കോപ്പികളാണ് വിറ്റുപോയത്. ഇത് ആൾറെഡി ഹിറ്റായ ഒരു ബുക്കാണ്. ഓഡിയൻസിന് ആൾറെഡി ഇതിന്റെ കഥ അറിയാം. സ്റ്റോറി ആൾറെഡി ഹിറ്റ് ആയത് കൊണ്ട് തന്നെ ഈ റിസ്ക്കും കുറവാണ്. ഈ സിനിമകളിലെല്ലാം ഒരു പ്രത്യേകത കാണും, ഇതിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു സ്പോർട്സ് ഉണ്ടാവും. ഓഫ് ക്യാമ്പസിൽ ഓക്കെയാണെങ്കിൽ മിയാക്കുൽപ്പയില് കാർ റേസിംഗ് ആയിരിക്കും. സ്ത്രീകൾക്ക് ആൽഫ മെയിലിനോട് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണ്. ഹോക്കി പ്ലെയർ മാറ്റിയിട്ട് എന്തുകൊണ്ട് ആ സിനിമയിലെ നായകനെ അക്കൗണ്ടന്റ് ആക്കിയില്ല, അല്ലെങ്കിൽ വേറെ ഒരു ജോലിക്കാരനാക്കിയില്ല, സാധാരണ കോളേജ് വിദ്യാർത്ഥി ആക്കിയില്ല? അങ്ങനെ ആക്കില്ല. കാരണം അതൊരു റിയാലിറ്റിയാണ്. അത് സിനിമയിൽ കാണിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം ആണായാൽ മസ്കുലിനിറ്റി ആണ്, അതൊരു ഫാന്റസിയാണ്, അതാണ് എല്ലാവർക്കും വേണ്ടത്. ഈ കാണുന്ന സിനിമകളെല്ലാം ന്യൂഡിറ്റി നല്ല കൂടുതലാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂഡിറ്റിയാണ് നല്ല രീതിയിൽ വിറ്റുപോകുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ സെക്സ് അല്ല വിൽക്കുന്നത്, ഒരു ആന്റിസിപ്പേഷനാണ് വിൽക്കുന്നത്, മനുഷ്യന്റെ ഉള്ളിലുള്ള ഫാന്റസിയാണ് വിൽക്കുന്നത്. സീൻ ബൈ സീൻ സെക്ഷൽ ടെൻഷൻ കൂട്ടിയിട്ട് ഒരു ഫോർബിഡൻ അട്രാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഈ സീനുകൾ എപ്പോഴും റീവാച്ച് ചെയ്തും കൊണ്ടേയിരിക്കും. അവർ വെറും ഒരു കോസ്റ്റ്യൂം അല്ല ധരിക്കുന്നത്. എല്ലാ ഫ്രെയിമിലും നിങ്ങൾക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നീ നിറങ്ങൾ കാണാൻ പറ്റും. ഇതെല്ലാം ഐ സാച്ചുറേറ്റഡ് നിറങ്ങളാണ്. ഇതൊരു മാർക്കറ്റിംഗ് ആണ്. ഈ ജീവിതം നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും എന്നൊരു ഫാന്റസിയും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് ക്യാമ്പസ് പുറമെ കാണുമ്പോൾ നല്ലൊരു ലവ് സ്റ്റോറി ആയി തോന്നും, പക്ഷെ ഇതൊരു ഫാന്റസി പാക്കേജ് മാത്രമാണ്. സ്ത്രീകൾക്ക് ഹൈ വാല്യൂ ആയിട്ടുള്ള പുരുഷൻ എന്നെ മാത്രം സ്നേഹിക്കണം എന്നുള്ള ഒരു ഫാന്റസി ഉണ്ട്. അതുപോലെ പുരുഷനും ഞാനും ഹൈ വാല്യൂ സ്ട്രാറ്റജിക് മാൻ ആകും എന്നൊരു ഫാന്റസിയും ഉണ്ട്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ കാണുന്നത് ആ കഥയ്ക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് അവരുടെ ഫാന്റസിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ മാത്രം ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സീരീസുകൾ ഇപ്പോൾ ഹിറ്റ് ആവുന്നത്.